കനത്ത മഴയിൽ ദുരിതം പേറുകയാണ് കുറുമാത്തൂർ മുയ്യം സ്കൂളിന് സമീപത്തെ വീട്ടുകാർ. പ്രദേശത്തെ തോട് കരകവിഞ്ഞൊഴുകി വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടും വേണ്ട നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാവാത്തതാണ് ഇവരുടെ ദുരിതത്തിന് കാരണം. തളിപ്പറമ്പ് മുയ്യം സ്കൂളിന് സമീപത്തെ 30-ലധികം കുടുംബങ്ങൾ ഓരോ മഴക്കാലത്തും അനുഭവിക്കുന്ന ദുരിതം ചെറുതല്ല. മഴയിൽ പ്രദേശത്തെ തോട് കരകവിഞ്ഞൊഴുകും. തോടിന് ആഴം കൂട്ടാത്തതാണ് നിലവിലെ പ്രശ്നം. ചെറിയ മഴയിൽ തന്നെ കരകവിഞ്ഞ തോട്ടിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഇടയാക്കുകയാണ്. വെള്ളം കെട്ടിക്കിടന്ന വീടിന് പുറത്തുപോലും ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. ജോലിക്ക് പോകാനോ അത്യാവശ്യ കാര്യങ്ങൾക്ക് പോലും എവിടെയും പോകാൻ സാധിക്കാതെ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാർ. പ്രായമായവരും അസുഖബാധിതരുമടക്കം ഏറെ ദുരിതമാണ് അനുഭവിക്കുന്നത്. മിക്ക വീടുകളിലും കിണറുകളടക്കം മലിനമായി. ശുചിമുറികൾ പോലും ഉപയോഗിക്കാൻ സാധിക്കാത്ത നിലയിലാണ്. പ്രദേശത്തെ എം ഗീത, വി കെ ജാനകി, കെ എം ആയിഷ, സി സാറ, കെ വി അസ്മ, ആമിന തുടങ്ങിയവരുടെ വീട്ടിനകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. കെ മോഹൻദാസ് എന്നയാളുടെ കട തുറക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. വെള്ളക്കെട്ടുണ്ടായപ്പോൾ തന്നെ ചിലർ മാറി താമസിച്ചിരുന്നു. എന്നാൽ പ്രായമായവരും അസുഖബാധിതരുമുള്ളതിനാൽ ചില കുടുംബങ്ങൾക്ക് മാറി താമസിക്കാൻ സാധിക്കുന്നില്ല. പ്രദേശവാസികൾ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. തോടിന് വീതിയും ആഴവും കൂട്ടിയാൽ നിലവിലെ പ്രശ്നത്തിന് പരിഹാരമാകും. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതരെ കണ്ടും ഗ്രാമസഭകളിലും മറ്റും നിരവധി തവണ നിവേദനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ചെറുവിരൽ അനക്കാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ലെന്ന ആരോപണമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇവിടെ വർഷാവർഷം വെള്ളം കയറുന്ന പരിപാടിയുണ്ട്. എത്രയോ കാലമായിട്ട് ഇവിടെ അടുത്തുള്ള തോട് വന്ന് ആഴം കൂട്ടാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരു നടപടി ചെയ്തതായിട്ട് കണ്ടില്ല. അതൊരു പ്രധാന കാരണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബണ്ടുകൾ എല്ലാം ഉള്ളതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഉണ്ടാകുന്നത്. പക്ഷെ അത് വേനൽക്കാലത്ത് നമുക്ക് ആവശ്യമാണല്ലോ. തോട് ആഴം കൂട്ടിയാൽ മാത്രമേ ഫ്ലോ കറക്റ്റാവും. ഏതാണ്ട് 28ഓളം വീടുകളുണ്ട്. എല്ലാ വർഷവും അതെല്ലാവരും വെള്ളത്തിൽ തന്നെയാണ്. ആരും ഒഴിവൊന്നുമല്ല. പ്രായമായവരും എല്ലാവരും ഉണ്ടാവില്ല. സ്കൂളിലെവരെല്ലാം ഉണ്ടാവും. ഉണ്ടാവും. കുറച്ച് കിടക്കാൻ കഴിയില്ല. ഇത് ഇക്കൊല്ലം കുറച്ച് കുറവാണ് കാണുന്നത്. ഇതിൽ കൂടുതൽ ഉണ്ടാവാറുണ്ട്. അധികൃതരുടെ അലംഭാവമാണ് ഇത്തവണയും തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.